എന്തുകൊണ്ടാണ് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇറാൻ്റെ അടുക്കിലേക്ക് ഫാസ്റ്റായിട്ട് നീങ്ങുന്നത്? ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് അപ്പോൾ ഫുൾ അലേർട്ടിലായിരിക്കുന്നതോ? ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഇനിയും വരുവാൻ പോകുന്ന വലിയൊരു സംഘർഷത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളാണോ? അതെല്ലാമാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജി മതി അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ഓഫ് ഇറ്റേണിറ്റി. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ആഗോളതലത്തിലുള്ള സ്ട്രാറ്റജിക് ട്രെൻഡ്സ് ബൈബിൾ പ്രവചനത്തിൻ്റെ കണ്ണാടിയിലൂടെ ലെൻസിലൂടെ നോക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഫോക്കസ് മിഡിൽ ഈസ്റ്റിൽ തന്നെയാണ്. നമുക്കറിയാം, അമേരിക്കയും ഇറാനും ഇസ്രയേലും തമ്മിൽ ഉള്ള ടെൻഷൻസ് ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതുവരെ ഞാൻ ഈ സന്ദേശത്തിൽ പറയുന്ന ചില കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിനോടകം തന്നെ ഞാൻ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടെലഗ്രാം ചാനലിലാണ് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ത്രൂ ഔട്ട് ദ ഡേയും പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യണം. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മിലിറ്ററി നീക്കങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നറിയിപ്പുകളും പിന്നെ ആ ഏരിയ സംബന്ധിച്ചുള്ള നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരേ സമയം ഇപ്പോൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് അടുത്ത നടക്കുവാൻ പോകുന്ന സ്റ്റെപ്പുകൾ ആ പ്രദേശത്തെ ഇനി വർഷങ്ങൾക്ക് വരുവാൻ പോകുന്ന സ്ഥിതിയിലേക്ക് ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതുമാണ്. ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എല്ലാ സൈഡിലുമുള്ള ഒഫീഷ്യൽസ് അവർ പറയുന്നത് മിലിറ്ററി പരമായിട്ടും നയതന്ത്രപരമായിട്ടുമുള്ള ചാനൽസ് എല്ലാം തന്നെ ആക്റ്റീവാണ്. പുതിയ പ്രസ്താവനകളും മൂവ്മെൻറ്റുകളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത 48 മുതൽ 72 മണിക്കൂർ വരെ എന്താണ് സംഭവിക്കുന്നത് അത് ഭയങ്കര നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഇറാനകത്ത് ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ, അതായത് സാധാരണക്കാർ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെയും നമ്മൾ കണ്ടുവരികയായിരുന്നു. നമ്മളിതിനു മുമ്പുള്ള സന്ദേശത്തിൽ ഞാൻ ആ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു അവിടുത്തെ ആ ഭരണകൂടം? അവർ ആ ഒരു പ്രതിഷേധത്തെ തന്നെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ട്സും ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ തന്നെ പറയുന്നത് ആയിരക്കണക്കിന് ഇറാനികൾ സാധാരണക്കാർ അവിടെ കൊല്ലപ്പെട്ടു. അവിടുത്തെ ആ ഭരണകൂടം അവരെ കൊന്നുകളഞ്ഞു. ചില എസ്റ്റിമേറ്റുകൾ പറയുന്നത് അവിടുത്തെ ആ ഡെത്ത് ടോൾ, ആളുകളുടെ ആ മരണസംഖ്യ 40,000-ൽ പരം ആ ഒരു സംഖ്യ കഴിഞ്ഞു. അത് ഏർലി ജനുവരിയിലെ ആ കണക്ക് മാത്രമാണ്, അത്രയുള്ളൊരു നമ്പർ തന്നെ. അപ്പോൾ ഇപ്രകാരം ഉള്ളിൽ നിന്ന് ആ ഭരണകൂടം അവിടുത്തെ തന്നെ മനുഷ്യരെ കൊന്നൊടുക്കി, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തിയത് കൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണലായിട്ടുള്ള രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തലുകൾ ഇറാൻ നേരിട്ടു. പ്രത്യേകിച്ച് അമേരിക്കയെ പോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യങ്ങളാണ് അങ്ങനെ ശബ്ദമുയർത്തിയത്. അപ്പോൾ അത് നിമിത്തം തന്നെ ഇറാൻ്റെ മേൽ വലിയ പ്രഷറാണ് ഉണ്ടായത്. അതാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റാൻഡ് ഓഫിൻ്റെ പിമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. പിന്നെ ഈവൻ റിപ്പോർട്ടുകളുണ്ട് ഇറാനിലെ ഭരണകൂടം അവർ കൊന്നുകളഞ്ഞ ആളുകളുടെ ശവശരീരങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അല്പനേരം കഴിഞ്ഞ് ഞാൻ പറയാം. ബൈ ദ വേ, ഇറാനിയൻസിനെ അവിടുത്തെ തന്നെ ഭരണകൂടമാണ് കൊന്നത്. ആൻഡ് ഈ ഇറാനിയൻസ് എന്താണ് ചെയ്തത്? അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ കോൾ ഫോർ ചെയ്തു, അവർ മുറവിളിയിട്ടു. ഐറോണിക്കലായിട്ടുള്ളൊരു കാര്യം, ലോകത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല. ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മനുഷ്യാവകാശ സംഘടനകളോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഇസ്രയേൽ എന്തെങ്കിലും പ്രതിരോധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ വലിയ ബഹളം വെക്കും. അങ്ങനെ ബഹളം വെക്കുന്ന സോക്കോൾഡായിട്ടുള്ള സംഘടനകളുടെ യാതൊരു വിധത്തിലുള്ളൊരു പ്രതിഷേധവും ഇവിടെ നമ്മൾ കണ്ടില്ല. ആൻഡ് ബൈ ദ വേ, ഇപ്രകാരമുള്ള കണ്ടന്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അന്ത്യകാല സംഭവങ്ങൾ ബൈബിൾ പ്രവചനവും തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം, മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുമെങ്കിൽ ഇപ്രകാരമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ നീക്കങ്ങളെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഒരു വലിയ അമേരിക്കൻ നാവിക വ്യോമ സാന്നിധ്യം, അത് US സെൻട്രൽ കമാൻഡ്, സെൻകോം എന്ന് പറയും, അതിൻ്റെ കീഴിൽ തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഡിപ്ലോയ്മെൻ്റ് സെൻട്രൽ നിൽക്കുന്നതാണ് USS എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്. അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ മറ്റ് ഡിസ്ട്രോയേഴ്സും പിന്നെ ഏറിയൽ റീഫ്യൂവലിംഗ് ടാങ്കേഴ്സ്, ആകാശത്തിൽ തന്നെ ഇന്ധനം റീഫ്യൂവൽ ചെയ്യുവാനായിട്ടുള്ള ടാങ്കർ വിമാനങ്ങളും പിന്നെ ദീർഘദൂരം സഞ്ചരിക്കുവാനായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ, ഇവയെല്ലാമാണ് ആ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്സിനോടൊപ്പം മിഡിൽ ഈസ്റ്റിൻ്റെ പ്രദേശത്തിൽ എത്തിയിരിക്കുന്നത്. ഇവയെ സെൻകോമിൻ്റെ കീഴിൽ വെച്ചിരിക്കുന്നത് തന്നെ, അതായത് അമേരിക്കൻ സെൻട്രൽ കമാൻഡിൻ്റെ കീഴിൽ തന്നെ ആക്കിയിരിക്കുന്നത് തന്നെ വലിയൊരു സൂചനയാണ്. ഈ സൈന്യമൊക്കെ ചുമ്മാ അതുവഴി കടന്നു പോകുക എന്നുള്ളതല്ല ഉദ്ദേശം. അവ ഓപ്പറേഷണലായിട്ടുള്ള രീതിയിൽ തന്നെ പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. US കമാൻഡ് സ്ട്രക്ചറിൻ്റെ കീഴിൽ അവരെ പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത്
എപ്പോഴും റെഡിനെസ്, അതായത് ഒരുങ്ങിയാണ് അവർ നിൽക്കുന്നത്. പിന്നെ ചുറ്റിനുമുള്ള സുഹൃത്ത് രാജ്യങ്ങളുമായിട്ടെല്ലാം ക്ലോസ് കോർഡിനേഷൻ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് സമയം വേണമെങ്കിലും എയറും മിസൈൽ ഡിഫൻസ് ഓപ്പറേഷൻസ് അവർക്ക് നടത്താവുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ അവർ ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ പ്രസിഡന്റ് ട്രംപ് ഇപ്രകാരം ഒരു ഫോഴ്സിൻ്റെ ഒരു പ്രദർശനം കാണിക്കുന്നതിനോടൊപ്പം വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. ആണവ ചർച്ചകളിലേക്ക് ഇറാൻ ഇപ്പോൾ തന്നെ മടങ്ങി വരണം, ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓർക്കണം, ജൂൺ 2025 ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ, ആ 12 ദിവസം നീണ്ടു നിന്ന ആ ഒരു ആക്രമണം ഉണ്ടായിരുന്നല്ലോ, ഇറാൻ്റെ ആണവ സൈറ്റുകളെ ഇസ്രയേലും അമേരിക്കയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ആക്രമിച്ച ആ ഒരു സ്ട്രൈക്കിനെക്കാട്ടിലും ശക്തമായിരിക്കും എന്നാണ് താൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. തൻ്റെ ലേറ്റസ്റ്റ് പ്രസ്താവനയിൽ ട്രംപ് പറഞ്ഞത് ടൈം ഈസ് റണ്ണിങ് ഔട്ട് ഫോർ ഇറാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം തീരുകയാണ് എന്നാണ് താൻ പറഞ്ഞത്. താൻ മുന്നറിയിപ്പ് കൊടുത്തത് ഞാനിപ്പോൾ ഓർപ്പിച്ചല്ലോ, ഇത്രയും നാളും ഉണ്ടായ ആക്രമണങ്ങളെക്കാട്ടിലും കൂടുതൽ ശക്തമായിരിക്കും. അപ്പോൾ തന്നെ ആണവ ചർച്ചകൾക്ക് വേണ്ടി ചർച്ച ചെയ്യുവാനായിട്ടുള്ള ഒരു വാതിലും താൻ തുറന്നിട്ടിട്ടുണ്ട്. ഇത് താൻ ചുമ്മാതെ പറയുന്ന ഒന്നുമല്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അമേരിക്കയുടെ കൈവശം ഒത്തിരിയും രഹസ്യമായിട്ടുള്ള സീക്രട്ട് വെപ്പൺസ് ഉണ്ട്. ഈ ഏർലി ജനുവരിയിൽ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മെഡൂറോയെ പിടിച്ചുകൊണ്ട് പോകാൻ അമേരിക്ക നടത്തിയ ഓപ്പറേഷനിൽ ട്രംപ് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു, അമേരിക്ക ഒരു രഹസ്യ ആയുധം ഉപയോഗിച്ചു, അതിൻ്റെ പേര് ഡിസ്കോംബോബുലേറ്റർ. അത് ഉപയോഗിക്കുമ്പോൾ ശത്രുവിൻ്റെ എക്യുപ്മെൻ്റ് ഒന്നും വർക്ക് ചെയ്യില്ല. അതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും താൻ പറഞ്ഞില്ല. അപ്പോൾ അതുപോലെ അനേക രഹസ്യ ആയുധങ്ങൾ അമേരിക്കയുടെ കൈവശമൊക്കെ ഉണ്ട്. അപ്പോൾ താൻ ഇപ്രകാരം മുന്നറിയിപ്പും പിന്നെ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളും എല്ലാം ബാലൻസ് ചെയ്ത് ഉപയോഗിക്കുന്നത് തൻ്റെ ഒരു ഫെമിലിയർ സ്ട്രാറ്റജിയാണ്. അതായത് പ്രഷർ ചെലുത്തുക, എതിരെ നിൽക്കുന്നവരുടെ ബാലൻസ് ഓഫ് ബാലൻസ് ആക്കുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത്. ആ രീതിയിലാണ് താൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, അമേരിക്കയ്ക്കും പിന്നെ മറ്റ് ചില രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ ഇറാനും ആണവ ആയുധങ്ങളൊക്കെ കൈവശമാക്കിയാൽ എന്നാ കുഴപ്പമെന്ന്. അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. ഇറാനിലെ ഭരണകൂടം ഓപ്പണായിട്ടുള്ള രീതിയിൽ തന്നെ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്, അവർ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവരത് പ്രയോഗിക്കും. അവരത് ഇസ്രയേലിനെയും അമേരിക്കയ്ക്കെതിരെയും അവർ അത് പ്രയോഗിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്നാണ് ഇറാനിലെ ഭരണകൂടം പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു ചിന്താഗതിയും അങ്ങനെ തന്നെയാണ്, അവരുടെ മതപരമായിട്ടുള്ള ചിന്താഗതിയും അങ്ങനെ തന്നെ ആയതുകൊണ്ട് അവരെ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. രാജ്യങ്ങളെല്ലാം ഹിറ്റ്ലർ 1930-40 ആ സമയത്ത് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം വേൾഡ് വാർ 2 സമയത്തെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഹിറ്റ്ലർ എങ്ങനെയെങ്കിലുമൊക്കെ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് പോയായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? നമുക്കറിയാം, ഹിറ്റ്ലറിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ വേണ്ടി വേൾഡ് വാർ 2 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ പോകേണ്ടി വന്നു. ഇനി ഇറാൻ്റെ പ്രതികരണമൊക്കെ നോക്കുകയാണെങ്കിൽ ഇറാനിലെ അധികൃതർ ഭയങ്കര ധിക്കാരത്തോടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് അമേരിക്കയുടെ ഏതെങ്കിലും ഒരു സൈനികപരമായിട്ടുള്ളൊരു ആക്ഷൻ ഇറാനിൽ ഉണ്ടായാൽ അവർ വളരെ ശക്തമായിട്ട് പ്രതികരിക്കും. അത് അമേരിക്കയുടെ സൈന്യത്തിനെതിരെ മാത്രമല്ല, ഇസ്രയേലിനെതിരെയും പ്രത്യേകിച്ച് അവരെടുത്ത് പറഞ്ഞു ടെൽ അവീവ് പോലെ നഗരങ്ങളെ അവർ നശിപ്പിക്കുമെന്ന്. അപ്പോൾ തന്നെ ഇറാൻ ഉള്ളിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഉള്ളിൽ നിന്നുള്ള സാധാരണക്കാരുടെ ആ പ്രതിഷേധവും സാമ്പത്തിക തകർച്ചയും പിന്നെ ഇൻ്റർനാഷണൽ ഐസൊലേഷൻ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയും, ഇതിൻ്റെ എല്ലാം മധ്യത്തിലും അവിടുത്തെ ലീഡേഴ്സ് പറയുകയാണ് ഞങ്ങൾ പ്രതികരിക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകളാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈവൻ റിപ്പോർട്ടുകളുണ്ട് ഈ ഭരണകൂടം കൊന്നു കളഞ്ഞവരുടെ ശവശരീരങ്ങളെ അവർ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് ഇപ്രകാരം ഒരു പ്രൊജക്ഷൻ കൊടുക്കണം. അമേരിക്കയോ ഇസ്രയേലും എല്ലാം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ അപ്പോൾ ഈ ഭരണകൂടം ഈ മരിച്ചുപോയ ശവശരീരങ്ങൾ അല്ലെങ്കിൽ കൊന്നുകളഞ്ഞവരുടെ ശവശരീരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ലോകത്തോട് വിളിച്ചു പറയും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണം നിമിത്തമാണ് ഇത്രയും പേർ മരിച്ചുപോയത്. അങ്ങനെ ലോകം മുഴുവനും ഇസ്രയേലിനെയും അമേരിക്കയും കുറ്റപ്പെടുത്തണം. ആ രീതിയിലാണ് ഈ ഇറാൻ്റെ ഭരണകൂടമാണെങ്കിലും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന പകരക്കാരുടെ ഗ്രൂപ്പുകളും എല്ലാം ഇത്രയും നാളും പ്രവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇസ്രയേലിൻ്റെ ആ ഒരു ഒരുക്കം അത് നമ്മൾ നോട്ട് ചെയ്യണം. ഇസ്രയേൽ ചുമ്മാ അത് മാറി നിൽക്കുകയല്ല. ഇസ്രയേലിൻ്റെ എയർഫോഴ്സും മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ്, അതിപ്പോൾ അയൺ ഡോമും ഡേവിഡ് സ്ലിങ്ങും ആരോ മിസൈൽ സിസ്റ്റവും പിന്നെ അവരുടെ അയൺ ബീം സിസ്റ്റവും എല്ലാം ഇപ്പോൾ ഓപ്പറേഷനിലാണ്. ഇസ്രയേലി നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഏതെങ്കിലും വിധത്തിൽ അവർ മുന്നോട്ടൊരു ഫസ്റ്റ് സ്ട്രൈക്ക് വെക്കുകയോ അല്ലെങ്കിൽ ഇസ്രയേലിനെ ആക്രമിക്കുകയോ വല്ലതും ചെയ്താൽ എതിരെയുള്ള പ്രതികരണം ഇസ്രയേൽ പ്രതികരിക്കുവാൻ പോകുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും, കൃത്യതയോടെ ആയിരിക്കും, വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇമ്പാക്റ്റും ആയിരിക്കും ഉണ്ടാകുന്നത്. അമേരിക്കൻ മിലിറ്ററി തന്നെ ആ പ്രദേശത്ത് ഇപ്പോൾ
വലിയ അളവിലുള്ള വ്യോമ നാവിക എക്സസൈസുകളാണ് ചെയ്തു വരുന്നത്. അതെല്ലാം സൂചിപ്പിക്കുന്നത് അവരെല്ലാവരും ഒരുങ്ങിയാണ് ഇരിക്കുന്നത്, ഏതൊരു സമയം എന്തും സംഭവിക്കാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. അപ്പോൾ തന്നെ ആ പ്രദേശത്തിലെ മറ്റ് പ്ലെയേഴ്സായ സൗദി അറേബ്യ, ഖത്താർ, ടർക്കി ഇവരെല്ലാവരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർ ഇറാനോട് പറഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലും ഒരു ഫസ്റ്റ് സ്ട്രൈക്ക് എന്നുള്ളൊരു ഓപ്ഷനിൽ പോവരുത്. യൂറോപ്യൻ ലീഡേഴ്സും ഇപ്പോൾ അക്നോളജ് ചെയ്തിരിക്കുകയാണ് ഇറാനിലുള്ള ഗവൺമെൻറ്, അതായത് ഇറാനിലെ ഭരണകൂടം ഇപ്പോൾ ഏറ്റവും വൾണറബിളായി, അതായത് 1979 ആ ഇറാനിയൻ റവല്യൂഷന് ശേഷം ഏറ്റവും ക്ഷീണിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനിലെ ഭരണകൂടം നിൽക്കുന്നത്. അതവർക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ചയും പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടലും പിന്നെ അവിടുത്തെ ആളുകളുടെ ഉള്ളിൽ നിന്നുള്ള പ്രതിഷേധവും എല്ലാം നിമിത്തം അവിടുത്തെ ഭരണകൂടം വളരെ വീക്കായി നിൽക്കുകയാണ്. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ആ ഒരു അതിർത്തിയെക്കാട്ടിലും ഉപരിയായി ഈ ഒരു സ്റ്റാൻഡ് ഓഫ് ഇപ്പോൾ ആഗോളതലത്തിൽ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം എണ്ണയുടെ വിലകളെയെല്ലാം അവിടുത്തെ ആ പ്രശ്നങ്ങൾ നിശ്ചയിക്കും. പിന്നെ ഷിപ്പിംഗ് റൂട്ടുകളും പിന്നെ ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി പ്ലാനിങ്ങും എല്ലാം തന്നെ ഇത് നിമിത്തം അഫക്റ്റഡ് ആണ്. കാരണം നമുക്കറിയാം ഏഷ്യ, യൂറോപ്പ് എന്ന ഈ കോണ്ടിനെൻസിൽ തന്നെയുള്ള രാജ്യങ്ങൾ വളരെയധികം ആശ്രയിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റിലുള്ള എണ്ണയുടെ സപ്ലൈയും പിന്നെ അതുപോലെ സ്റ്റേബിളായിട്ടുള്ള ബിസിനസ് റൂട്ട്, ട്രേഡ് കോറിഡോറൊക്കെ സ്റ്റേബിളായി തന്നെ നിന്നാലേ ഈ കോണ്ടിനെൻസിലുള്ളവർക്ക് സ്മൂത്തായിട്ട് ബിസിനസ്സും കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിലെ വലിയ പിക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ ഒരു നിമിഷം ഷിപ്പുകളോ അല്ലെങ്കിൽ വിമാനങ്ങളോ അതിനെക്കാട്ടിലും ഒക്കെ എല്ലാം അപ്പുറമാണ്. ഇത് വലിയൊരു സ്ട്രഗിളാണ്. ആ ഒരു ഭാഗത്തെ നിയന്ത്രിക്കുന്ന, സ്വാധീനിക്കുന്ന ശക്തി ആരാണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കുന്ന അങ്ങനെയുള്ളൊരു കാര്യത്തെ ഓർത്തുള്ള ഒരു സ്ട്രഗിളാണ്. അമേരിക്ക അവരുടെ ശക്തമായിട്ടുള്ള കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്സിനെ ഒരു കാരണമില്ലാതെ ആ മിഡിൽ ഈസ്റ്റിൻ്റെ ആ ഒരു പ്രദേശത്തിലേക്ക് കൊണ്ടുവരികയില്ല. ഇസ്രായേൽ അപ്പോൾ തന്നെ ഒരു കാരണമില്ലാതെ ഹൈ അലേർട്ട് എന്നൊരു സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്യത്തില്ല. UK ആണെങ്കിലും മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ ബേസുകളെ ശക്തിപ്പെടുത്തുക, മിസൈൽസും വെപ്പൺസും എല്ലാം കൊണ്ടും അവരുടെ ബേസുകളെയും ശക്തിപ്പെടുത്തുക. പിന്നെ ഇറാനിലെ ഭരണകൂടത്തിൻ്റെ തലവനായ അയതൊള്ള ഖമേനി ഒരു കാരണമില്ലാതെ ബങ്കറിൽ ഒളിച്ചിരിക്കുവാൻ വേണ്ടി പോവുകയില്ല, അല്ലെങ്കിൽ തന്നെ അങ്ങോട്ടാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. അപ്പോൾ ചോദ്യം ഒരു യുദ്ധമോ സംഘർഷമോ ഉണ്ടാകുമോ എന്നുള്ളതല്ല, എപ്പോൾ, എങ്ങനെ, ഏതളവിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ചില അനലിസ്റ്റുകൾ പറയുന്നത് ഇതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ബിൽഡപ്പാണ്. അതായത് ഇപ്രകാരം സൈനിക ശക്തിയൊക്കെയും കൊണ്ട് കാണിക്കുകയാണ്, എന്നിട്ട് ഡിഫൻസുകളെ ശക്തിപ്പെടുത്തുകയും അപ്പോൾ തന്നെ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി വാതിൽ തുറന്നിടുന്ന ഒരു സാഹചര്യം, അങ്ങനെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മുടെ ഈ ചാനൽ കാണുന്ന നല്ലൊരു പങ്ക് ആളുകളും ബൈബിൾ പഠിക്കുകയും അന്ത്യകാല ബൈബിൾ പ്രവചനത്തെ പറ്റിയൊക്കെ പഠിക്കുവാൻ താല്പര്യമുള്ളവരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കുവാനായിട്ടുള്ളത്, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ്. ഞാനിതിനു മുമ്പുണ്ടായിരുന്ന ചില സന്ദേശങ്ങൾ ഞാൻ ഓൾറെഡി പങ്കുവച്ചതാണ്. ഏലാം പ്രവചനത്തെപ്പറ്റിയും എഹെസ്കേൽ 38 കാണുന്ന ഗോഗ് മാഗോഗ് അധിനിവേശത്തെപ്പറ്റിയും. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നടക്കുവാനായിട്ടുള്ള സാധ്യത. ആ 2 കാര്യങ്ങൾ എന്തെല്ലാമാണോ അത് ഏത് രീതിയിൽ നടന്നാലും ബൈബിൾ പ്രവചനം നിവൃത്തിയാകുകയും ചെയ്യും. നിങ്ങൾ ആ സന്ദേശം കണ്ടിട്ടില്ലെങ്കിൽ കാണണം. തിരുവഴുത്തിനെ നിങ്ങൾ തന്നെ പഠിക്കുകയും ബൈബിൾ എടുത്തു വെച്ച് ബൈബിൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് തന്നെ നമ്മുടെ കാഴ്ചപ്പാടിനെയും ജീവിതത്തെയും ഒക്കെ ക്രമപ്പെടുത്തണം. ഞാൻ എന്തായാലും ആ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ എൻ സ്ക്രീനിലും ഞാൻ ആ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ കൊടുത്തേക്കാം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വളരെ ടെൻസാണ്, അനിശ്ചിതത്വമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബൈബിൾ പ്രവചനം മനസ്സിലാക്കുന്നവർക്കറിയാം ഇതിനെല്ലാം വലിയ അർത്ഥവുമുണ്ട്. ദൈവം ഈ ലോകത്തിൻ്റെ വേൾഡ് സ്റ്റേജിനെ അതിൻ്റെ ആ ഫൈനൽ ആ സിനാറിയോയിലേക്ക് ഒരുക്കിക്കൊണ്ടു വരികയാണ്. ബൈബിൾ അപ്പോൾ തന്നെ പറയുന്നത്, സങ്കീർത്തനം 121 4 വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഇസ്രായേലിനെ കാക്കുവാൻ ദൈവത്തിനറിയാം. ഇസ്രായേലിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യേശുവിൻ്റെ സഭയെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളെന്തായാലും ഈ സ്ട്രാറ്റജിക് ട്രെൻഡ്സ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ റെഗുലറായിട്ട് തന്നെ ചില അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ വിശ്വാസം ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും മാത്രം അർപ്പിക്കാം. യേശുവിൻ്റെ മധ്യാകാശത്തിലുള്ള ആ പ്രത്യക്ഷപ്പെടൽ, ഉൽപ്രാവണം അല്ലെങ്കിൽ റാപ്ചർ ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുങ്ങിയിരിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.